ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ ഹോസ്പിറ്റലിൽ ഡെലിവറിക്കായിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വാവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതാണ് കേട്ടോ. ചില ഹോസ്പിറ്റലുകളിൽ നിന്ന് നമുക്ക് ബേബിക്ക് ഇടാനുള്ള 1-2 ഡ്രസ്സും റാപ്പ് ചെയ്യാനുള്ള ടവലും പിന്നെ ഒരു പാക്കറ്റ് വൈപ്സ് 2-3 ഡയപ്പറൊക്കെ അവർ തരാറുണ്ട്. പക്ഷേ എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും ഇത് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ കൈ കരുതേണ്ടതുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ബേബിക്ക് എന്തൊക്കെ വേണമെന്നൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. ആ ലിസ്റ്റ് അനുസരിച്ചാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചത്. അതിലാദ്യം വരുന്നത് ഡ്രൈ ഷീറ്റാണ് കേട്ടോ. 2-3 ഡ്രൈ ഷീറ്റ് എടുക്കാം. ഞാൻ വാങ്ങിയ ഷീറ്റിന് നല്ല വലിപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഷീറ്റ് 2ആക്കി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഉപയോഗിച്ചത്. പിന്നെ വേണ്ടത് ടർക്കിയാണ്. ബേബീനെ റിസീവ് ചെയ്യാനും അതുപോലെ തന്നെ റാപ്പ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ടർക്കീസ് വേണം. ന്യൂ ബോൺ ബേബീസിനെ എപ്പോഴും വാമാക്കി വെക്കേണ്ടതുകൊണ്ട് തന്നെ ടർക്കി നമ്മുടെ നിർബന്ധമായിട്ടും വേണ്ടൊരു സാധനമാണ് കേട്ടോ. അടുത്തായിട്ട് വേണ്ടത് ബേബിയുടെ ഡ്രസ്സാണ്. 3 റോംബേഴ്സും അതുപോലെ തന്നെ 5 കെട്ടുടുപ്പും പിന്നെ ഒരു 3 സെറ്റ് ക്യാപ്പ്, ബൂട്ടീസ് ആൻഡ് മിട്ടൻസ്, അങ്ങനെ ഞാൻ എല്ലാം കൂടെ മേടിച്ച് കയ്യിൽ കരുതിയിരുന്നു. പിന്നെ വേണ്ടത് ബേബീനെ സ്വാഡിൽ ചെയ്യാനുള്ള ക്ലോത്താണ് കേട്ടോ. ഇതിപ്പോൾ മസ്ലിൻ ക്ലോത്താണ്. ഇതൊരു 3 സെറ്റ് ഞാൻ കയ്യിൽ കരുതിയിരുന്നു. അത് കൂടാണ്ട് തന്നെ ബേബിയുടെ ഫേസൊക്കെ വൈപ്പ് ചെയ്യാനും മസ്ലിൻ്റെ തന്നെ ചെറിയ ടൈപ്പ് വാഷ് ക്ലോത്ത്സും ഞാൻ കയ്യിൽ കരുതി. അതൊരു 5 ഉണ്ടായിരുന്നു. പിന്നെ എടുത്തത് ബേബിയുടെ ഡയപ്പറാണ്. ഇത് R4 റാബിറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡയപ്പറാണ്. 22 വരുന്നതാണ്. ഇത് ഞാൻ മൊത്തമായിട്ട് എൻ്റെ ബാഗിൽ വെച്ചിരുന്നു. അടുത്തായിട്ട് നമ്മുടെ കയ്യിൽ കരുതേണ്ട ഐറ്റം എന്ന് പറയുന്നത് വാട്ടർ വൈപ്സ് ആണ്. വെറ്റ് വൈപ്സ് അല്ല, വാട്ടർ വൈപ്സ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. വെറ്റ് വൈപ്സിലൊക്കെ ഫ്രാഗ്രൻസ് ഉണ്ടാകും. പക്ഷേ വാട്ടർ വൈപ്സ് എന്ന് പറഞ്ഞാൽ പ്യൂർലി വാട്ടർ ബേസ്ഡ് ആയിരിക്കും. അങ്ങനത്തെ വേണം ബേബീസിന് ഉപയോഗിക്കാൻ. ഫ്രാഗ്രൻസുള്ള കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് അത്ര നല്ലതല്ല കേട്ടോ. പിന്നെ വേണ്ടത് വൈറ്റ് ക്ലോത്ത്സ് ആണ്. വീട്ടിലിരിക്കുന്ന വെള്ളത്തുണിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ ചൂടുവെള്ളത്തിലും കഴുകി അതിനുശേഷം നന്നായി വെയിലത്ത് ഉണക്കിയെടുത്ത് നമുക്ക് ഇതും കൂടി ഹോസ്പിറ്റലിലേക്ക് കരുതാം. പിന്നെ നമുക്ക് വേണ്ടത് എന്തെങ്കിലും ക്ലീൻ ചെയ്യാനോ ഡിസ്പോസ് ചെയ്യാനോ ഒക്കെ ആയിട്ട് കുറച്ച് വൈപ്സ്, പിന്നെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ്, അതുപോലെ തന്നെ കുറച്ച് പ്ലാസ്റ്റിക് കവേഴ്സ് അല്ലെങ്കിൽ തുണി കവേഴ്സാണ് കേട്ടോ. അടുത്തായിട്ട് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യത്തിന് ബേബീനെ ക്യാരി ചെയ്യാനോ അല്ലെങ്കിൽ വീട്ടിലോട്ട് തിരിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു ക്യാരിയർ നെസ്റ്റും കൂടെ വേണം. അതും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ബേബിക്ക് വേണ്ട ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.